അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്തിയാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ. താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി. നിശേഷീകൃതരക്തബീജദനുജേ നിത്യേ നിസുംഭാപഹേ. സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണീം സൽപ്രകരപരമാഹ്ലാദജനനീം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ, അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാരുണ്യമെന്നിൽ നിറയാൻ, കൽമഷങ്ങൾ ഒഴിയാൻ, കാവ്യഭംഗിയുണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ, മാല ചാർത്തി അണയൂ മമ മാലകന്നു കഴിയാൻ, മാല ചാർത്തി അണയൂ അമ്മേ മാലകന്നു കഴിയാൻ, മമ മാലകന്നു കഴിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്ത എന്നിൽ കനിയാൻ, ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, ദേവി തൻ്റെ ചരിതം അതിസുന്ദരം വേദസാരം, വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം, വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം, വ്യസനജാല നാശം, അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ.
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ ജഗദംബികായൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 27-ാമത്തെ അധ്യായത്തിൽ 47-ാമത്തെ ശ്ലോകം മുതൽ 57-ാമത്തെ ശ്ലോകം വരെയുള്ള ഭാഗങ്ങളാണ് ഇന്ന് പാരായണം ചെയ്ത് സമർപ്പിക്കുന്നത്. ഏതസ്മാദപരം കിഞ്ചിൽ വ്രതം നാസ്തി ധരാതലേ. നവരാത്രാഭിധം വൈശ്യ പാവനം സുഖദം തഥാ. ജ്ഞാനദം മോക്ഷദം ചൈവ സുഖസന്താനവർദ്ധനം. ശത്രുനാശകരം കാമം നവരാത്രവ്രതം സദാ. രാജ്യഭ്രഷ്ടേന രാമേണ സീതാവിരഹിതേന ച കിഷ്കിന്ധായാം വ്രതം ചൈതൽ കൃതം ദുഃഖാതുരേണ വൈ. പ്രതപ്തേനാഭിരാമേണ സീതാവിരഹവഹ്നിനാ വിധിവൽ പൂജിതാ ദേവി നവരാത്രവ്രതേന വൈ. തേന പ്രാപ്താധ വൈദേഹി കൃത്വാ സേതും മഹാർണവേ. ഹത്വാ മന്ദോദരീനാഥം കുംഭകർണം മഹാബലം. മേഘനാദം സുതം ഹത്വാ കൃത്വാ ഭൂപം വിഭീഷണം. പശ്ചാദയോധ്യാമാഗത്യ പ്രാപ്തം രാജ്യമകണ്ടകം. നവരാത്രവ്രതസ്യാസ്യ പ്രഭാവേണ വിശാംവരാ. സുഖം ഭൂമിതലേ പ്രാപ്തം
രാമേണാമിത തേജസാ. ശ്രീ വേദവ്യാസ ഉവാച ഇതി വിപ്രവച ശ്രുത്വാ സ വൈശ്യസ്തം ദ്വിജം ഗുരും കൃത്വാ ജഗ്രാഹ സന്മന്ത്രം മായാബീജാഭിധം നൃപ. ജജാപ പരയാ ഭക്ത്യാ നവരാത്രമതന്ത്രിത നാനാവിധോപഹാരൈശ്ച പൂജയാമാസ സാദരം. നവസംവത്സരം ചൈവ മായാബീജപരായണ. നവമേ വത്സരാന്തേ തു മഹാഷ്ടമ്യാം മഹേശ്വരി. അർദ്ധരാത്രേ തു സഞ്ജാതേ പ്രത്യക്ഷം ദർശനം ദദൗ. നാനാവരപ്രദാനൈശ്ച കൃതകൃത്യം ചകാരതം. ശ്രീജഗദംബികായൈ നമഃ. ഇതി ശ്രീമദ്ദേവി ഭാഗവതേ തൃതീയസ്കന്ധേ സപ്തവിംശോऽധ്യായ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ്ദേവി ഭാഗവതം തൃതീയസ്കന്ധം 27-ാമത്തെ അധ്യായത്തിൽ 47-ാമത്തെ ശ്ലോകം മുതൽ 57 കൂടിയുള്ള ശ്ലോകങ്ങൾ ഇപ്പോൾ ഭാഷാഗാനമായി പാടി അമ്മയുടെ പൊന്നുചരണാരവിന്ദങ്ങളിൽ സാദരം സബഹുമാനം ഭക്തിപൂർവം സമർപ്പിക്കുകയാണ്. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. നവരാത്രവ്രതത്തെക്കാൾ ശ്രേഷ്ഠമായ വ്രതമില്ല. പരിപാവനമാണിത്, പരിപാവനമാണിത്, സുഖപ്രദവും ജ്ഞാനപ്രദം മോക്ഷപ്രദം, സുഖാഭിവൃദ്ധിയെ നൽകും. സൽസന്താനം ശത്രുനാശം ഈ വ്രതത്തിനാൽ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. രാജ്യഭ്രഷ്ടൻ സീതാവിരഹിതനായ രാമചന്ദ്രൻ കിഷ്കിന്ധയിൽ വെച്ചി വ്രതം അനുഷ്ഠിച്ചല്ലോ. സീതാവിരഹിതനെന്നാൽ രാമനോ വിധി പോലവേ നവരാത്ര വ്രതത്താൽ ദേവിയെ പൂജിച്ചു. സേതുബന്ധനത്തെ ചെയ്തു രാവണനെ നിഗ്രഹിച്ചു. കുംഭകർണനെയും കൊന്നു സീതയെ നേടി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഇന്ദ്രജിത്തിനെയും കൊന്നു വിഭീഷണൻ രാജാവായി. അയോധ്യയിൽ വന്നു ശത്രുരഹിതനായി. നവരാത്ര വ്രതത്താലെ അതിതേജസ്വിയാം രാമൻ
നരോത്തമനായി ഭൂമി തന്നിൽ വസിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, ബ്രാഹ്മണന്റെ വാക്കു കേട്ടു ഗുരുവായി സ്വീകരിച്ചു. മഹാബീജമെന്ന മന്ത്രം ഭക്തിയാഗ്രഹിച്ചു. പരമമാം ഭക്തിയോടെ നവരാത്ര വ്രതം നോറ്റു. പലവിധ ഉപഹാരത്താലെ പൂജിച്ചു. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. 9 വർഷങ്ങൾ വൈശ്യൻ ദേവിയെ ഭജിച്ചുവല്ലോ. 9ാം വർഷത്തിൽ അഷ്ടമി തൻ ദിവസം ഭഗവതി പ്രത്യക്ഷയായി പലതരം വരം നൽകി. ഭക്തനായ അവനെ കൃതകൃത്യനാക്കി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം, മഹാകാളി ശരണം, മഹാദേവി ശരണം. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുകയെൻ്റെ നാവിലനിശം. വാക്കായി സുഗീതങ്ങളായി ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു. മൂകാംബികേ ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു. ജ്ഞാനാംബികേ ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു. ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാനെന്ന അക്ഷരപൂജ ഇന്ന് 304-ാമത്തെ ദിവസത്തിലേക്ക് എത്തുമ്പോൾ ശ്രീമദ് ദേവി ഭാഗവതം തൃതീയ സ്കന്ധം 27-ാമത്തെ അധ്യായത്തിൽ 47-ാമത്തെ ശ്ലോകം മുതലാണ് നമ്മൾ ഇന്ന് പാരായണം ചെയ്തതും ഭാഷാഗാനമായി പാടി സമർപ്പിച്ചതും. 47-ാമത്തെ ശ്ലോകം മുതൽ പ്രഭാഷണ രൂപത്തിൽ അനുസ്മരിക്കുകയാണ് ഇനി. ഏതസ്മാദപരം കിഞ്ചിൽ വ്രതം നാസ്തി ധരാതലേ നവരാത്രാഭിധം വൈശ്യാപാവനം സുഖദം തഥാ. അവിടെ സുശീലൻ എന്ന വൈശ്യന് വളരെ വിശേഷമായിട്ടുള്ള ഉപദേശം കൊടുക്കുന്ന ബ്രാഹ്മണൻ പറഞ്ഞു, എല്ലാ തരത്തിലുള്ള ദാരിദ്ര്യ നിർമാർജനത്തിനും സുഖസാധ്യത്തിനും ദേവിയുടെ വ്രതം അനുഷ്ഠിക്കണം
വൈശ്യവര്യ കുരുഷ്വാദ്യ നവരാത്രവ്രതം ശുഭം എന്ന് പറഞ്ഞാണ് നമ്മൾ നിർത്തിയത്. വേദപാരായണം ചെയ്യണം, ഭഗവതി മന്ത്ര ജപം വേണം, ഹോമങ്ങൾ നടത്തണം. ഇതൊക്കെ യഥാശക്തി ഭക്തിയോടുകൂടി ചെയ്താൽ എല്ലാ കാര്യങ്ങളും സഫലമാകും എന്ന് പറഞ്ഞാണ് 46-ാമത്തെ ശ്ലോകം സമർപ്പിച്ചത് ഇന്നലെ. ഇവിടെ ഏതസ്മാദപരം കിഞ്ചിൽ വ്രതം നാസ്തി ധരാതലേ നവരാത്രാഭിധം വൈശ്യ പാവനം സുഖദം തഥാ. ഏതസ്മാദപരം കിഞ്ചിൽ വ്രതം നാസ്തി ധരാതലേ. ഈ ഭൂമിയിൽ, ധരയിൽ ഇതേപോലെ ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഏതസ്മാദപരം കിഞ്ചിൽ വ്രതം നാസ്തി, മറ്റൊരു വ്രതം, ഇതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു വ്രതവും ഭൂമിയിലില്ല. നവരാത്രം എന്ന പേരുള്ള, നവരാത്രവ്രതം എന്ന് പേരുള്ള പാവനമായിരിക്കുന്ന സുഖത്തെ നൽകുന്ന വ്രതം ഹേ വൈശ്യ. ജ്ഞാനദം മോക്ഷദം, അത് പാവനവും സുഖദവും മാത്രമല്ല, ജ്ഞാനദമാണ്, മോക്ഷദമാണ്. ജ്ഞാനത്തെ നൽകുന്നതാണ്, മോക്ഷത്തെ നൽകുന്നതാണ്. അതേപോലെ ചൈവ സുഖ സന്താനവർദ്ധനം, സുഖാഭിവൃദ്ധിയും സന്താന സൗഭാഗ്യവും നൽകുന്ന, സന്താനങ്ങൾ വർദ്ധിക്കുന്നതായിട്ടുള്ള ശത്രുനാശകരം, ശത്രുനാശത്തെ വരുത്തുന്നതാണ് ഈ വ്രതം എന്നും പ്രത്യേകം മനസ്സിലാക്കൂ. എല്ലാ സമയവും സദാ രാജ്യഭ്രഷ്ടേന രാമേണ സീതാവിരഹിതേന ച കിഷ്കിന്ധായാം വ്രതം ചെയ്തൽ കൃതം ദുഃഖാതുരേണ വൈ. രാജ്യഭ്രഷ്ടനായ, സീതാവിരഹിതനായ, ദുഃഖിതനായ ശ്രീരാമചന്ദ്രൻ കിഷ്കിന്ധായാം വ്രതം, കിഷ്കിന്ധയിൽ വെച്ച് ഈ വ്രതം അനുഷ്ഠിച്ചു. അങ്ങനെ ആ ദുഃഖാതുരനായിരിക്കുന്ന ശ്രീരാമചന്ദ്രൻ ഈ വ്രതം അനുഷ്ഠിച്ചു. പ്രതപ്തേനാഭിരാമേണ സീതാവിരഹവന്ഹിന, സീതയുടെ വിരഹമാകുന്ന അഗ്നിയിൽ വെന്ത് നീറുന്നവനാണെങ്കിൽ പോലും വിധിവൽ പൂജിതാ ദേവി നവരാത്രവ്രതേന വൈ, വേണ്ട പോലെ, വിധി പോലെ ദേവിയെ നവരാത്രവ്രതം അനുഷ്ഠിച്ച് രാമൻ പൂജിച്ചു. യേന പ്രാപ്താധ വൈദേഹി കൃത്വാ സേതും മഹാർണവേ, മഹാർണവേ സേതും കൃത്വാ, മഹാസമുദ്രത്തിൽ അവിടെ ആ സേതു നിർമ്മിച്ച് ആ സേതുബന്ധനം നടത്തി. അവിടുന്ന് തേന പ്രാപ്താധ വൈദേഹി, അങ്ങനെ ആ വൈദേഹിയെ ലഭിച്ചു. ഹത്വാ മന്ദോദരീനാഥം, മണ്ഡോദരിയുടെ നാഥൻ, അതാര രാവണൻ, രാവണനെയും കുംഭകർണനെയും മഹാപരാക്രമശാലിയായ മഹാബലം കുംഭകർണം, മണ്ഡോദരീനാഥം, മണ്ഡോദരിയുടെ നാഥനായ രാവണനെയും നിഗ്രഹിച്ച് ആ വൈദേഹിയെ സ്വന്തമാക്കി. പ്രാപ്താധ വൈദേഹി. പിന്നെ മേഘനാദം സുതം ഹത്വ, മേഘനാഥൻ എന്ന രാവണപുത്രനെ കൊന്നു. കൃത്വാഭൂപം വിഭീഷണം, വിഭീഷണനെ ആ ലങ്കയുടെ രാജാവാക്കി. പിന്നീടോ പശ്ചാദയോധ്യാമാഗത്യ പ്രാപ്തം രാജ്യമകണ്ഡകം, അങ്ങനെ തിരിച്ചു വന്ന് രാജ്യത്തെ അകണ്ഡകം, ആ ഒരു തരത്തിലുള്ള ശത്രുക്കളുമില്ലാത്ത, ശത്രുരഹിതമായ അജാതശത്രുവായ രാമൻ അയോധ്യയിൽ വന്ന് രാജ്യം ദാ നേടി. നവരാത്രവ്രതസ്യാസ്യ പ്രഭാവേണ വിശാംവര, അതുകൊണ്ട് നവരാത്രവ്രതത്തിന്റെ മാഹാത്മ്യത്തിൽ ഹേ വിശാംവര, വൈശ്യവര, ശ്രേഷ്ഠനായിരിക്കുന്ന വൈശ്യ, അതിതേജസ്വിയായ രാമചന്ദ്രൻ, സുഖം ഭൂമിതലേ പ്രാപ്തം രാമേണ അമിത തേജസ, അമിത തേജസ്വിയായിരിക്കുന്ന, മഹാതേജസ്വിയായിരിക്കുന്ന രാമൻ ഭൂമിയിൽ സുഖമായി ജീവിച്ചു, സുഖം പ്രാപിച്ചു എന്ന് പറയുന്നു. വ്യാസം പറയുകയാണ്, ഇതി വിപ്രവച ശ്രുത്വാ, ബ്രാഹ്മണന്റെ ഈ വാക്കുകൾ കേട്ടിട്ട് സ വൈശ്യസ്തം ദ്വിജം ഗുരും, ആ വൈശ്യൻ തൻ്റെ ഗുരുവായിട്ട് ആ ബ്രാഹ്മണനെ സ്വീകരിച്ചു. കൃത്വാ ജഗ്രാഹ സന്മന്ത്രം മായാബീജാഭിധം നൃപ, മായാബീജം എന്നുള്ള ആ ഉത്തമ മന്ത്രം ബ്രാഹ്മണനിൽ നിന്ന് ആ വൈശ്യൻ സ്വീകരിച്ചു. അദ്ദേഹം ആ ഗുരുവിൽ നിന്ന്, ശിഷ്യനായ അദ്ദേഹം അത് സ്വീകരിച്ചു. എന്നിട്ടോ ജജാപരയാ ഭക്തിയാ നവരാത്രമതന്ത്രിത, ആ വൈശ്യൻ അശേഷം മടിയില്ലാതെ പരമമായ ഭക്തിയോടുകൂടി
ആ നവരാത്ര വ്രതത്തെ ഭക്തിയോടുകൂടി ജപിച്ചു, അനുഷ്ഠിച്ചു. അമ്മയുടെ നാമങ്ങൾ ജപിച്ചു, മന്ത്രം ജപിച്ചു, മായാബീജം എന്നുള്ള ഉത്തമ മന്ത്രം ജപിച്ചു. നാനാവിധോപഹാരൈശ്ച പൂജയാമാസ സാദരം. പലതരത്തിലുള്ള ഉപഹാരങ്ങൾ കൊണ്ട് ദേവിയെ സാദരം പൂജിച്ചു. അപ്പോൾ തനിക്ക് ദാരിദ്ര്യമുണ്ടായിരുന്നുവെങ്കിലും ദേവിയുടെ ഉപാസനയിൽ അതൊട്ടും തന്നെ കാണിച്ചില്ല എന്നാണ്. പലതരത്തിലുള്ള ഉപഹാരങ്ങളെ കൊണ്ട് ദേവിയെ പൂജിച്ചു. അങ്ങനെ ദേവിയെ പൂജിച്ചു തുടങ്ങുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഒരുപക്ഷെ ഭഗവതിക്ക് കൊടുക്കാനൊന്നും ഉണ്ടാവില്ല. ആ പൂജ ആരംഭിക്കുന്നതോടുകൂടി സമ്പത്തും ഐശ്വര്യവും ഒക്കെ നമ്മളിലേക്ക് വന്നു ചേരും. എന്നാൽ അത് നമുക്ക് മാത്രം ഉപയോഗിക്കാനുള്ളതാണെന്നുള്ള ചിന്തയുണ്ടാവരുത്. മറിച്ച് എന്ത് വേണം? ആ ഭഗവതിയെ വേണ്ട പോലെ പൂജിച്ചും കൊണ്ടേയിരിക്കുക. അപ്പം ഇങ്ങനെ വേണ്ട പോലെ നമുക്ക് ലഭിക്കുകയും ചെയ്യും. നവസംവത്സരം മായാബീജപരായണ. മായാബീജം പാരായണം ചെയ്തുകൊണ്ട് ജപിച്ചും കൊണ്ട് 9 വർഷം അദ്ദേഹം അങ്ങനെ കഴിഞ്ഞു. നവമേ വത്സരാന്തേതു മഹാഷ്ടമ്യാം മഹേശ്വരി. അങ്ങനെ ആ ദേവിയെ ഭജിച്ചു കൊണ്ടിരിക്കുമ്പോൾ 9ാമത്തെ വർഷത്തിൽ അതിൻ്റെ അവസാനത്തിൽ നമ്മൾ പറയാറില്ലേ, നവരാത്ര വ്രതത്തില് അഷ്ടമി ദിവസം, ആ ഒരു അവസാനം അഷ്ടമി ദിവസത്തിൽ മഹേശ്വരി അർദ്ധരാത്രേതു സംജാതേ പ്രത്യക്ഷം ദർശനം ദദൗ. അർദ്ധരാത്രിയായപ്പോൾ ആ വൈശ്യന് പ്രത്യക്ഷമായ ദർശനം കൊടുത്ത് അനുഗ്രഹിച്ചു. നാനാവരപ്രദാനൈശ്ച കൃതകൃത്യം ചകാരതം. പലതരത്തിലുള്ള വരങ്ങൾ നൽകി ആ വൈശ്യോത്തമനെ, ആ ശ്രേഷ്ഠനായ ഭക്തനെ 9 വർഷക്കാലം തന്നെ മായാബീജം കൊണ്ട് ഭജിച്ച, ജപിച്ച, വേണ്ട പോലെ യജിച്ച ആ വൈശ്യനെ കൃതകൃത്യനാക്കി. ചെയ്യേണ്ടത് ചെയ്തു എന്നുള്ള തോന്നലാണ് കൃതകൃത്യത, അല്ലേ? അപ്പൊ തനിക്ക് വേണ്ടത് ലഭിച്ചു, അമ്മയെ താൻ ഭജിച്ചു, അമ്മയിൽ നിന്ന് വേണ്ടതൊക്കെ ലഭിച്ചു എന്ന ആ കൃതാർത്ഥതയോടുകൂടി വൈശ്യൻ പിന്നീടുള്ള കാലം കഴിഞ്ഞു എന്നാണ്. അങ്ങനെയാണ് ദേവീഭാഗവതം തൃതീയ സ്കന്ധത്തിൽ 27ാമത്തെ അധ്യായം ഇന്ന് നമ്മൾ സമർപ്പിക്കുന്നത്. നാളെ 28ാമത്തെ അധ്യായത്തോടുകൂടി ആരംഭിക്കാം. ഓം ശ്രീ ജഗദംബികായൈ നമഃ. ഒഴിയുന്നു ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവീ ഭാഗവതം പുണ്യം ഭഗവതി തൻ്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു.
കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ, കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ, കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ, ദേവി ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു, അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം, കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാം. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു, ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി, ജയ ജഗദീശ്വരിയേ, ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ, ജയ ജഗദീശ്വരിയേ അമ്മേ, ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു അമ്മേ ആരതിയൊഴിയുന്നു, അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു, ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണി നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തു തേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാഃ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യസമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.